ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാൽപ്പാറ യാത്രയുടെ പകുതി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലും വലിയ രീതിയിലുള്ള സംഭാഷണങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ യാത്രയിൽ നമുക്ക് തരുന്ന ഭംഗി, പ്രകൃതി നമുക്ക് തരുന്ന കാഴ്ചകളുണ്ടല്ലോ, അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്രാവശ്യം. വാൽപ്പാറ ചുരം കയറി പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലുമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും, ശരിക്കും മഴ പെയ്ത് കണ്ടാൽ തന്നെ എല്ലാ രീതിയിലും പച്ചപ്പ് ഭയങ്കരമായിട്ട് പടർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് വാൽപ്പാറയുടെ ഭംഗി എന്ന് പറയുന്നത്. ശരിക്കും എത്ര തവണ വന്നാലും നമുക്കൊരു മടുക്കാത്ത, നമുക്കല്ല എനിക്ക് മടുക്കാത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് വാൽപ്പാറയാണ്. എത്ര തവണ പോയാലും നമുക്കത് പിന്നെയും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഓക്കെ, ഇത് പ്രകൃതി രണ്ട് സൈഡിലും എന്തൊരു ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ ഓവറായിട്ടുള്ള തിക്കും തിരക്കും ഇല്ല. ഇവിടെ വരുന്നവരെന്തായാലും ബൈക്ക് റൈഡേഴ്സായാലും കാറിൽ വരുന്ന ഫാമിലികളായാലും ഇവിടെ നിർത്തി ഫോട്ടോസ് എടുക്കാതെ പോകാറില്ല. അത്രയും ഭംഗിയാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും, ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ വരുന്ന എല്ലാ സമയത്തും കാണാറുള്ള ഒരു സംഭവമാണ് ഒരു തേൻ വിൽപ്പന എന്ന് പറയുന്നത്. ഒരു ബൈക്കിൽ കുറേ തേനിൻ്റെ അടകളായിട്ട് അവിടെയുള്ള തമിഴന്മാർ തേൻ വിൽക്കാൻ വരുന്നുണ്ടാവും. ഒരിക്കലും അതുപോലെയുള്ള വ്യാജന്മാരുടെ ഇടയിൽ വന്ന് പെടരുത്. ഞാൻ ഒരു തവണ അനുഭവിച്ചിട്ടുള്ളതാണ്. അത് അവരായിട്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഒരു തേനാണ്. അതുകൊണ്ട് അതുപോലെയുള്ള തേൻ കച്ചവടക്കാരുടെ ഇടയിലൊന്നും പോയി പെടരുത്. നമ്മൾ അതിരപ്പള്ളി വഴിയാണ് വരുന്നതെങ്കിൽ നമുക്ക് വളരെ മോശം റോഡുകൾ, കുറച്ച് കിലോമീറ്ററുകൾ മോശം റോഡുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ പൊള്ളാച്ചി ഹെയർ പിന് 40 ഹെയർ ബെൻഡുകൾ കയറി വരുന്ന വഴിക്ക് നമുക്ക് എവിടെയും ഒരു മോശമായിട്ടുള്ള റോഡുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാം വളരെ മികച്ച റോഡുകൾ എന്ന് തന്നെ പറയാം. ശരിക്കും വാൽപ്പാറയുടെ ഭംഗി എന്ന് പറയുന്നത് വാൽപ്പാറയിലല്ല. വാൽപ്പാറ എത്തുന്നതിന് മുന്നുള്ള ഒരു 4-5 കിലോമീറ്റർ അവിടെയാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി. അതായത് നമ്മൾ വാൽപ്പാറ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് വളരെ കുറവായിരിക്കും അനുഭവിക്കുക. എന്നാൽ അതിന് മുന്നേ നമുക്കൊരു 19 ഡിഗ്രി, ഇപ്പോൾ ഈ റൂട്ടിൽ ഞാൻ വരുമ്പോൾ എനിക്ക് 19 ഡിഗ്രി തണുപ്പാണ് കിട്ടിയത്. നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ കോട എങ്ങനെ പോകുന്നത്.
ശരിക്കും റോട്ടിലൊക്കെ കോട നിറഞ്ഞ് നിൽക്കുകയായിരുന്നു ഈ സമയത്ത്. ഈ കോടയും ആസ്വദിച്ച് ഞാൻ പോകുന്ന വഴിക്കുള്ള ചെറിയ ടീ ഷോപ്പിൽ നിന്ന് ചായയും കുടിച്ച് പോകുന്നതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. എത്ര പോയാലും മടുക്കാത്തൊരു യാത്രയാണ് വാൽപ്പാറ യാത്ര. ശരിക്കും ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വൈകിട്ട് 3 മണി സമയമാണ്. അപ്പോഴത്തെ വാൽപ്പാറയുടെ ഒരവസ്ഥയാണ്. ശരിക്കും കോട കൊണ്ട് ശരിക്കും റോഡും എല്ലാം ആ പച്ചപ്പിനൊക്കെ മൂടിക്കൊണ്ടായിരുന്നു കോടയുടെ വരവ്. ശരിക്കും ഫീൽ ചെയ്തു. ശരിക്കും ഈ ഒരു കാഴ്ച നമ്മൾ വാൽപ്പാറയിൽ എത്തിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല എന്നതാണ് സത്യം. വാൽപ്പാറയിലേക്ക് വരുന്ന യാത്രയാണ് ഇതിനെ ഏറ്റവും സുന്ദരമാക്കുന്നത്. മനുഷ്യ തൊപ്പിട് ജലദോഷം പിടിപ്പിക്കാൻ. അനക്ക് പിന്നെ ഒന്നും വരില്ലല്ലോ. മഴയുള്ള തൊപ്പിടുക. ഞങ്ങൾ താമസിക്കാനായിട്ടുള്ള റൂം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം കണ്ടൊരു സ്ഥലത്ത് റേറ്റ് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. അങ്ങനെ രണ്ടാമത്തെ സ്ഥലത്തും നോക്കി, അവിടെ നമുക്ക് സെറ്റായില്ല. അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം നോക്കിയിട്ട് നമ്മൾ കയറി. അതങ്ങനെ തന്നെയാണല്ലോ വരിക. ഇതിന് മുന്നേ കണ്ട് ഇഷ്ടംപോലെ നല്ല സ്പേസുള്ള സ്ഥലങ്ങളുണ്ട്. അതൊന്നും പിടിക്കാതെ നമ്മൾ വന്നതോ ഇടുങ്ങിക്കിടക്കണ ഒരു റൂമിൽ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊരു അപ്സ്റ്റെയർ മറ്റേ കുട്ടികൾക്കായിട്ടുള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കല്ല വലിയവർക്കും കിടക്കാം.
അപ്പോൾ അത് അവർക്ക് ഇഷ്ടമായി. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് താമസമാക്കി. ഇത് മോളിക്കുണ്ടല്ലോ, എല്ലാറ്റിലും ഉണ്ടോ മോൾക്ക്? എല്ലാറ്റിലും മോൾക്കുണ്ടോ? അതൊക്കെ ഒന്നുപോലെ മേലേക്ക് പോവുകയാണ്. മേലേത്തെ റൂം അടിയത്തെ റൂം കാണിച്ചതാ. അടിയത്തെ റൂം വ്യൂ പോയിന്റ്. വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലായതിനാൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വേറെയും അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ പരമാവധി കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ.